റിച്ചസ് ജുവൽസ് ആൻഡ് ഗാർഡൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാലത്ത് ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ വിംഗ റോസസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ഏകദേശം 15 കളറാണ് വിംഗ റോസസിന് നമുക്ക് ഇത്തവണ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പലതും ഓർഡറായ പീസസ് ആണ് കേട്ടോ ആയിരിക്കുന്നത്. നമ്മുടെ ഇതിൽ ബ്ലാക്ക് മൂൺ, ബ്ലൂ ഹലോ എന്നിങ്ങനെയുള്ള കളേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിവേഗം സ്റ്റോക്ക് ഔട്ടായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത് മറ്റു പ്ലാന്റ്സ് ആണ്. ഇത് നമ്മുടെ ഗാർഡൻ കളർഫുൾ ആക്കാൻ പറ്റിയ ചില പ്ലാന്റ്സ് ആണ് ഇവയൊക്കെ. അപ്പോൾ വിംഗ റോസിൻ്റെ ചെടികൾക്ക് വേണ്ടിയിട്ടും വിത്തുകൾക്ക് വേണ്ടിയിട്ടും നമ്മൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ദയവായി ഫോൺ കോൾസ് ഒഴിവാക്കുക. അപ്പോൾ പൂച്ചെടികളുടെ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, നമുക്ക് അല്പം കൃഷിപ്പണിയിലേക്ക് പോകാം. ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് വിംഗ റോസിന്റെ വിത്തുകൾ ഭാഗ്യം മുളപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക രീതി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ രീതി നമുക്ക് മറ്റു വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് കാണാം. ഇതൊക്കെ വിംഗ റോസിന്റെ സീഡ്ലിങ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കൃഷിപ്പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കുറച്ച് പയറിന്റെ വിത്തുകൾ ഭാഗ്യം മുളപ്പിച്ച് തൈകളാക്കി വെച്ചിരുന്നു. അതൊക്കെ നമ്മൾ പ്ലാന്റ് ചെയ്തു. അതിൻ്റെ ഗ്രോ ബാഗ്സ് നമ്മൾ സെറ്റ് ചെയ്യാണ് കേട്ടോ. കഴിഞ്ഞ അതിന് മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയാം, ഈ ഭാഗത്ത് മൊത്തം പയർ കൃഷിയായിരുന്നു. ഏകദേശം 20-30 ഗ്രോ ബാഗിലായിട്ടാണ് നമ്മൾ പയർ അന്ന് നട്ടിരുന്നത്. നല്ല വിളവും കിട്ടി. അപ്പോൾ എന്താ പറയുക, അന്ന് നട്ടത് വൈജയന്തി ഇനത്തിൽപ്പെട്ട പയറിനങ്ങളാണ്. ഇന്ന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി പരീക്ഷിക്കുകയാണ്. നമ്മുടെ പയർ വിത്തുകൾ നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് അങ്കൂർ ഇനത്തിൽപ്പെട്ടത്, അതുപോലെ മീറ്റർ പയർ. പിന്നെ ഇതൊക്കെ നമ്മൾ വിത്തുകൾ ഭാഗ്യം മുളപ്പിച്ച തൈകളാണ്. തൈകൾ 3-4 ഇല പരുവാകുമ്പോൾ നമുക്ക് മാറ്റി നടാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ കയ്യിലുള്ളത് ഇംഗ്ലീഷ് കുക്കുമ്പർ തൈകളാണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പറിച്ച് അത് ഗ്രോ ബാഗിൽ സെറ്റാക്കി നട്ടു കൊടുത്തു. അതും ഇംഗ്ലീഷ് കുക്കുമ്പർ ആയതുകൊണ്ട് തന്നെ ഒരു ഗ്രോ ബാഗിൽ 2 തൈകൾ വെച്ചിട്ട് നടാം കേട്ടോ. പിന്നെ നമ്മുടെ സ്നേക്ക് കുക്കുമ്പറും ഇതേപോലെ തന്നെ നട്ടു. പിന്നെ നമ്മുടെ സാധാ കുക്കുമ്പർ നമ്മൾ എടുത്തിട്ടില്ല ഇത്തവണ. പുതിയ വെറൈറ്റീസ് പരീക്ഷിക്കുകയാണ് കേട്ടോ. അതേപോലെ ഇത് തണ്ണിമത്തൻ്റെ തൈകളാണ്. അപ്പോൾ അതും നമ്മൾ നട്ടു. ഓരോന്നും 2 ഗ്രോ ബാഗിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത്തവണ നടന്നത്. പിന്നെ ഇത് ബട്ടർനട്ടിൻ്റെ തൈകളും നമ്മൾ ഇതേപോലെ ഗ്രോ ബാഗിലാക്കിയിട്ട് നട്ടിട്ടുണ്ട്. ഇതൊക്കെ വെർട്ടിക്കൽ കാർട്ടണിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഒരു പരീക്ഷണം എന്ന അർത്ഥത്തിൽ നമ്മൾ പരീക്ഷണാർത്ഥം ഒക്കെ വെർട്ടിക്കലിലേക്ക് കയറ്റി വിടാണ് കേട്ടോ. ഇനി ചുരയ്ക്കാൻ നിറച്ച നല്ല നീളൻ ചുരയ്ക്കാണ് കേട്ടോ ഇത്തവണ വന്നിരിക്കുന്നത്. പിന്നെ ഇത് ഓവൽ മത്തൻ്റെ തൈകളാണ്. നമ്മൾ തന്നെ ഭാഗ്യം മുളപ്പിച്ചതാണ് കേട്ടോ. പിന്നെ ഇത് പൊട്ടുവളരിയുടെ നമ്മൾ 2 സെറ്റേ വെച്ചിട്ടുള്ളൂ. പിന്നെ പച്ചപ്പാവൽ ഹൈബ്രിഡാണ്, അതുകൊണ്ട് തന്നെ നല്ല വിളവ് കിട്ടും. നമ്മൾ 3 ഗ്രോ ബാഗിലായിട്ട് പച്ചപ്പാവൽ വെച്ചിട്ടുണ്ട്. ഇനി നെയ്ക്കുമ്പളം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ പടരുന്ന ഐറ്റംസ് ആയിട്ട് ഇന്ന് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ചെറിയ തൈകളാണ്. അപ്പോൾ അത് മാത്രമല്ല നല്ല ചൂടാണ്. അപ്പോൾ ചെടികൾ വാടിപ്പോകാൻ ചാൻസ് ഉണ്ട്. എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ മൂടി വെച്ചേക്കാം കേട്ടോ. അപ്പോൾ തൈകൾ നട്ട ശേഷം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ 2 നേരം നനയ്ക്കേണ്ടി വരും കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രീ വിത്തുകൾക്ക് വേണ്ടി സെലക്ട് ആയവർ. അപ്പോൾ അവരുടെ ഫ്രീ വിത്തുകളൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ കൃഷിപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആ മുയലെടുത്തിട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ അവിടെ മുയലിനെയും വെച്ച് കളിച്ചിട്ട് സമാധാനത്തിലിരുന്നു. അപ്പോൾ അവനും ഹാപ്പി, ഞാനും ഹാപ്പി. പിന്നെ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. മത്തി. അപ്പോൾ നമ്മളിതുകൊണ്ട് മത്തിയും ശർക്കര ഇട്ടിട്ട് ആ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് നല്ല വില കുറവിന് കിട്ടുന്ന സമയത്ത് ഇതുപോലെ മത്തി ശേഖരിച്ചിട്ട് നമുക്ക് ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി വളവുമായി കീടനാശിനിയായി 2നും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ ഫിഷ് അമിനോ ആസിഡ്. നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അത്രയും നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടായിരിക്കും. ഇതുപോലെ നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്തായെന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇനി ഇന്നത്തെ അടുത്ത വിശേഷമാണ്, നമ്മൾ കുറച്ച് വളങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളിവിടുന്ന് 10 മണി പോട്ടിംഗ് മിക്സും അതുപോലെ തന്നെ സീഡ്ലിംഗ് മിക്സും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെയിലിന് വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മിക്സ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ വാങ്ങിയിട്ടുണ്ട്. കൂടാതെ ഞാൻ കുറച്ച് പൊട്ടാഷ് കൂടി വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് NPK ആണ്. അപ്പോൾ NPK നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. എന്നിരുന്നാലും കിട്ടിയപ്പോൾ ഒരു പാക്കറ്റ് വാങ്ങി വെച്ചു എന്ന് മാത്രം. ഇന്ന് പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ പറിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പടവലം, ഉണ്ടച്ചുരയ്ക്ക, പാവൽ, ചീര, ഈ ഐറ്റംസൊക്കെ നമ്മളിന്ന് പറിച്ച് വിളവെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബുള്ളറ്റ് മുളകാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ബുള്ളറ്റ് മുളകൊക്കെ നല്ല പഴുത്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ വിത്തുകൾ ആവശ്യമുള്ളവർക്ക് ചോദിക്കാം കേട്ടോ. ഇത് നമ്മുടെ വാളരിപ്പയറിന്ന് വിത്തെടുക്കുകയാണ്. അങ്ങനെ കുറേ വാളരിപ്പയറിൻ്റെ വിത്തുകൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് ചോദിക്കാം. ആ ബുള്ളറ്റ് മുളകിൻ്റെ വിത്തുകൾ ഫ്രീ ആയിട്ട് തരാം കേട്ടോ. അപ്പോൾ ഏതെങ്കിലും വിത്തുകൾ ഓർഡർ ചെയ്യുന്ന കൂട്ടത്തിൽ ചോദിച്ചാൽ മതി. പിന്നെ ഇത് ബൊഗൻവില്ലയുടെ കുറച്ച് കളക്ഷൻസ് ആണ്. ഇപ്പോൾ ഓൾറെഡി ഓർഡർ വന്ന 4 സെറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ചട്ടി ഒന്നിന് 150 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഈ ഒരു കളർ ബൊഗൻവില്ലയുടെ ചെടി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമ്മളത് മേടിച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് പ്ലാന്റ് ചെയ്യാണ്. അപ്പോൾ അത് പോട്ടി മിക്സ് എടുത്തു. ബൊഗൻവില്ലയുടെ പോട്ടി മിക്സ് എടുത്തിട്ട് അതിലേക്ക് വെച്ചു. പോട്ടി മിക്സ് കാര്യങ്ങളൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആവർത്തിച്ചത് ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആവശ്യക്കാർ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു ബൊഗൻവില്ലയുടെ പ്ലാന്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് കൈ വെച്ച്
അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ സെറ്റായി നിന്നോളൂ. ഇനി ദേ ഇവിടെ നമ്മൾ ഗ്രോ ബാഗുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെ നമ്മൾ വെക്കാൻ പോകുന്നത് മുളകിൻ്റെ വെറൈറ്റീസ് ആണ് കേട്ടോ. എല്ലാ മുളകിൻ്റെ വെറൈറ്റീസും പുതിയ സെറ്റ് നമ്മൾ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിലേക്ക് വെക്കുക. അതൊക്കെ നമുക്ക് പിന്നീടുള്ള വീഡിയോസിൽ കാണാം. കുറേ നാളായി ഈ നമ്മുടെ മേരി ഗോൾഡിൻ്റെ ചെടികൾ റീപ്ലാന്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. കാരണം അത് സീഡ്ലിംഗ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനെ കറക്റ്റ് ടൈമിൽ റീപ്ലാന്റ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തിനെ അത് ബാധിക്കും കേട്ടോ. അപ്പോൾ എന്ത് ചെടിയാണെങ്കിലും കറക്റ്റ് ടൈമിൽ നമ്മൾ റീപ്ലാന്റ് ചെയ്യുക. അങ്ങനെ ആ സീഡ്ലിംഗ് ട്രേയിൽ നിർത്തരുത്. അങ്ങനെ നമ്മൾ ഈ എന്താ പറയുക ഫ്രഞ്ച് മേരി ഗോൾഡിൻ്റെ പോട്ടി മിക്സ് എടുത്തു. നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ തന്നെ മറ്റെല്ലാ പൂച്ചെടികൾക്ക് എടുക്കുന്ന പോലെ തന്നെയാണ് പോട്ടി മിക്സ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് മണ്ണ്, ചാണകപ്പൊടി, കമ്പോസ്റ്റഡ് ചകിരിച്ചോറ്, എല്ലുപൊടി, ഡോളോമൈറ്റ്, സ്യൂഡോമോണസ്. അങ്ങനെ പ്ലാന്റ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ നമ്മുടെ കൈകൾ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുക. കാരണം ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ നശിക്കാനുള്ളൊരു സാഹചര്യം വരും. അതായത് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് 5 സീഡ്ലിങ്സ് ആണ്. ഫ്രഞ്ച് മേരി ഗോൾഡിൻ്റെ 5 സീഡ്ലിങ്സ് 5 ചട്ടിയിലാക്കിയിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇനിയും തൈകളുണ്ട് കേട്ടോ. ഈ തൈകൾ നമ്മൾ നിലത്ത് വെച്ച് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ റിച്ചൂട്ടിനോട് ചെടികൾക്കൊക്കെ വെള്ളം നനച്ച് സഹായിക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് തക്കാളി ഉണ്ടായിരുന്നു. തക്കാളിയൊക്കെ പറിച്ചു. അപ്പോൾ ഹൈബ്രിഡ് തക്കാളിയാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. തക്കാളി ചെടികൾ വെക്കുമ്പോൾ നാടൻ ഇനം വെക്കാതെ ഹൈബ്രിഡ് നോക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഹൈബ്രിഡ് വിത്തുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് ചോദിക്കാം. 30 രൂപയാണ് കേട്ടോ ഒറ്റ പാക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ കൃഷിയിൽ തുടക്കക്കാരാണെങ്കിലും ഇല്ലെങ്കിൽ ആദ്യമായിട്ട് കൃഷി ഇറക്കുന്നവരൊക്കെ ആണെങ്കിൽ ഹൈബ്രിഡ് വിത്തുകൾ നോക്കി തിരഞ്ഞെടുത്തിട്ട് അത് നട്ട് പരിപാലിച്ച് കൊണ്ടുവരാം. കാരണം നമ്മൾ പരിപാലിക്കുന്നതിന് ഒരു ഫലം കിട്ടുന്നത് ഹൈബ്രിഡ് തൈകൾ വെക്കുമ്പോഴാണ് കേട്ടോ. മറ്റ് കൃഷികൾ ഒരുവിധം പരിചയമുള്ളവർക്കാണ് വഴങ്ങി വരുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ തക്കാളികളൊക്കെ വിളവെടുത്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ നോമ്പുകാലമാണ്. അപ്പോൾ നോയമ്പുകാലത്തേക്ക് പച്ചക്കറികളൊന്നും അധികം ചിലവാവില്ല. അപ്പോൾ അധികം വരുന്ന പച്ചക്കറികളൊക്കെ നമ്മൾ കടയിൽ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ മോൻ്റെ അംഗനവാടിയിൽ ഡെയിലി പച്ചക്കറി ആവശ്യമുണ്ട്, അവിടേക്ക് നമ്മൾ കൊടുക്കും. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ നമ്മൾ വിങ്ക റോസിൻ്റെ സീഡ്ലിങ്സ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സീഡ്ലിങ്സ് വെക്കാനുള്ള മിക്സ് എടുത്തിട്ട് അപ്പോൾ അത് കവറിലേക്ക് ആക്കിയിട്ട് മാറ്റി നടാനുള്ള ഒരു ടൈമായി. അപ്പോൾ അത് മാറ്റി നടുന്നതും കാര്യങ്ങളും നമുക്ക് വരും വീഡിയോകളിൽ കാണാം. അപ്പോൾ അതിൻ്റെ മിക്സുകൾ നിറയ്ക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ രാത്രിയാണ് കേട്ടോ ചെയ്യുന്നത്. നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് റിലാക്സ് ആയിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ പരിപാടിക്ക് ഇരിക്കുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയ ഒരു സ്ഥലമാണ് കേട്ടോ, ബൊഗൻവില്ലയുടെ പാടം. അപ്പോൾ ഇത് മറ്റൊരു സ്ഥലമാണ്. ഇത് മടത്താക്കര തന്നെ. ഇവിടെ നമ്മൾ ഇറങ്ങി വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ വീഡിയോ എടുത്തത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 10 മണിയുടെ കൃത്രിമ പരാഗണം നടത്തിയിട്ട് പുതിയ കളർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്ര നേരം നമ്മുടെ വീട്ടിലെയും തോട്ടത്തിലെയും പൂക്കളുടെയും വിശേഷങ്ങളൊക്കെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.